സമ്മേളന വേദികളിലും യോഗങ്ങളിലും മലയാളിക്ക് ചായയും കാപ്പിയും ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളാണ്. എന്നാൽ ചായയുടെയും കാപ്പിയുടെയും ഈ പ്രതാപകാലം ഹെർബൽ ടീ എന്ന ഈ പുതുമുഖം തട്ടിയെടുക്കുമോ എന്നാണ് സംശയം. ചായയെയും കാപ്പിയെയും അപേക്ഷിച്ച് ഒട്ടേറെ മേന്മകൾ ഉള്ളതുകൊണ്ടാണ് ഇതെന്നാണ് ആരാധകരുടെ പക്ഷം. ആരോഗ്യ കാരണങ്ങളാൽ ചായയ്ക്ക് വിലക്കുള്ളവർക്ക് ഹെർബൽ ടീ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. എണ്ണയും പഞ്ചസാരയും ഇല്ലാത്ത നാടൻ അടകൂടിയാകുമ്പോൾ ആസ്വാദനത്തിന് രുചിയുമേറുന്നു. സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിനിടെ VIP-കൾ അടക്കമുള്ളവർ ചായയും കാപ്പിയും ഉപേക്ഷിച്ച് ഈ ഹെർബൽ ടീ തേടിയെത്തുന്നത് കൗതുകമായി. ഹെർബൽ ടീ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ദമ്പതികളായ ഡേവിസ് വളർക്കാവും MT ഉഷയും നേരിട്ട് പറയുന്നത് ഇങ്ങനെ. സാധാരണ ഒരു വീട്ടിലേക്ക് കുറച്ച് തുളസിയില, പുതിനയുടെ ഇല, ഇഞ്ചി, പിന്നെ മല്ലിയില, ഇത് എല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് അത് നീരെടുക്കാം. എന്നിട്ട് കുറച്ച് ഏലക്കപ്പൊടി, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് തിളപ്പിക്കുക. അതിൽ പുതിനയുടെ ഒക്കെ നീര് നമ്മൾ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നീര് ഒഴിക്കാൻ പാടുള്ളൂ. ശർക്കര ഇട്ട് തിളച്ച് ചേർക്കുന്നതോട് കൂടി നീര് ഒഴിക്കുക. ശർക്കരയാണ്, പഞ്ചസാരയോ ചായയിലോ കാപ്പിപ്പൊടി ഒന്നും ഇത് കൂട്ടില്ല. മാറുന്ന കേരളത്തിന്റെ പുതിയ ആരോഗ്യശീലങ്ങളുടെ ഭാഗമാവുകയാണ് ഈ പുതിയ ചായ സംസ്കാരം. പഴയ പ്രതാപം നഷ്ടപ്പെട്ട പരിപ്പുവടയ്ക്കും കട്ടൻ ചായയ്ക്കും പകരം ഇനി പാർട്ടി വേദികളിലും സമ്മേളനങ്ങളിലും പുതിയ കാലത്തിന്റെ പ്രതിനിധിയായി ഹെർബൽ ടീ എത്തുമെന്ന് പ്രതീക്ഷിക്കാം.